സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുക 40 ആയാൽ ആദ്യത്തെ 24 പദങ്ങളുടെ തുക കാണുക. സമാന്തര ശ്രേണി പറഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസ് ആണ് കേട്ടോ. നമ്മളതിൻ്റെ 12ാം പദം 13ാം പദം എന്നൊക്കെ പറയുക കാരണം n-ാം പദം nth ടേം കാണാനുള്ള ഫോർമുല എഴുതി Tn സമം a പ്ലസ് n മൈനസ് 1 × d. അപ്പോൾ അതിൽ 12ാം പദം നമ്മൾ കാണുകയാണ് T12 12th ടേം എന്ത് വരും a പ്ലസ് 12 മൈനസ് 1 × d. അപ്പോൾ ഇത് വരും a പ്ലസ് ഇത് കുറയ്ക്കുമ്പോൾ 11 d അവിടെ ഇരിക്കട്ടെ. ഇതുപോലെ 13ാം പദം T13 സമം a പ്ലസ് 13 മൈനസ് 1 × d. അപ്പോൾ എന്ത് വരും a പ്ലസ് 12 d അല്ലേ. നമുക്കത് രണ്ടും കിട്ടി. ഇനി എന്താ അതിൻ്റെ തുക കാണാൻ പറയേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക. അതായത് T12ഉം T13ഉം 12ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുക a പ്ലസ് 11 ഡിയും a പ്ലസ് 12 ഡിയും കൂട്ടുക. ഇതിൽ ഒരു എ കൂട്ടിയപ്പോൾ 2a പ്ലസ് 11 ഡി 12 ഡി കൂട്ടുമ്പോൾ 23 ഡി. ഈ തുക തന്നിട്ടുണ്ട് എത്രയാണ് 40. അപ്പോൾ സമം 40 അതവിടെ ഇരിക്കട്ടെ. ഇനി എന്താ ആദ്യത്തെ 24 പദങ്ങളുടെ തുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ n പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഫോർമുല n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 × d. അപ്പോൾ s 24 അല്ലേ. ആദ്യത്തെ 24 പദങ്ങളുടെ തുക s 24 സമം 24/2 ഇൻറ്റു 2a പ്ലസ് 24 മൈനസ് 1 × d. 24/2 12 ആണ്. ബ്രാക്കറ്റിൽ 2a പ്ലസ് കുറയ്ക്കുമ്പോൾ 23 d. ഈ ബ്രാക്കറ്റ് നോക്കൂ 2a പ്ലസ് 23 d നമ്മളിവിടെ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. എത്ര 40 ആണ്. അപ്പോൾ ആ വില ഇവിടെ കൊടുക്കുക 12 ഇൻറ്റു ഇതിന് പകരം 40 ഗുണിക്കുമ്പോൾ 12 48 ഒരു 0 ഉത്തരം 480.